ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലും പല പരീക്ഷണങ്ങളും പലരും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. പക്ഷെ അതിനിടയിൽ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അനുഭവിക്കാത്ത, ഒരുപക്ഷെ ശാശ്വതമായി നമ്മളിൽ പലർക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു വലിയ പരീക്ഷണമാണ് പട്ടിണി എന്നുള്ളത്. കാരണം ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ആ വിശപ്പിന്റെ വേദന പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിലുള്ള ചില ആളുകൾ ഇതിനെ ന്യായീകരിക്കാറുള്ളത്, റമദാൻ മാസം നമ്മൾ പട്ടിണി കിടക്കുന്നില്ലേ, ആ മാസം നമ്മൾ വിശപ്പിന്റെ വിലയറിയുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഭക്ഷണം കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം ഹാജരുണ്ട് എന്ന ഉറപ്പിൽ കാത്തിരിക്കുന്നതല്ല പട്ടിണി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല, ഒരു നേരം വെളുക്കുന്ന സമയത്ത് പോലും കഴിക്കാൻ ഒന്നും കിട്ടില്ല എന്ന ഉറച്ച ബോധത്തിൽ കിടക്കുന്ന പട്ടിണിയാണ് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം. നമ്മളിൽ പല ആളുകളും ഇന്നത് കേട്ടിട്ടേയുള്ളൂ. പല ആളുകളും അത്തരത്തിലുള്ള വാർത്തകൾ അറിഞ്ഞിട്ടേയുള്ളൂ.
ഇന്നങ്ങനെയുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു നാടാണ് നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ ഗസ എന്ന പ്രദേശം. ഓരോ നിമിഷവും മരണവാർത്തകളെ നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നുള്ളൂ. ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പട്ടിണി കൊണ്ട് മാത്രം 150-ലധികം മരണങ്ങളാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 80-ലധികം മക്കളാണെന്നും മക്കൾക്ക് എന്ത് കഴിക്കാൻ കൊടുക്കുമെന്ന വേവലാതിയിൽ തോൽ വസ്ത്രങ്ങൾ പോലും പിഞ്ഞിയിട്ട് അത് വെള്ളത്തിൽ നനച്ചുവെച്ച് മക്കൾക്ക് കടിച്ചു തിന്നാൻ കൊടുക്കുന്ന ഒരു നാടിനെ പറ്റി, പട്ടിണിയെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ഈ സമയത്തിനുള്ളിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ വേദനയുടെ തീവ്രത മനസ്സിലാക്കാനും അതെത്രത്തോളം അവരെ ബാധിച്ചു എന്ന് തിരിച്ചറിയണമെങ്കിലും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഗസയിലെ ഒരു മുസ്ലിം പള്ളിയിലെ ഇമാമ നടത്തിയ ഒരു ഖുതുബയുടെ സംക്ഷിപ്ത രൂപം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു: ലാ അഖ്ദിറു അലൽ കലാമി ബിസബബി ജൂഇൻ. ആ ഇമാം എഴുന്നേറ്റ് നിന്നിട്ട് മിമ്പറിൽ വെച്ച് പറഞ്ഞു, ലാ അഖ്ദിറു അലാ കലാമി, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ബിസബബിൽ ജൂഇ, വിശപ്പ് കൊണ്ട് എനിക്കൊരക്ഷണം പോലും നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് അതിന്റെ മറുഭാഗത്തേക്ക് അദ്ദേഹം സൂചിപ്പിച്ചു, വലാ തഖ്ദിറൂന അൻതും അല സിമാഇ ബിസബബിൽ ജൂഇ, വിശപ്പ് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാനും പറ്റുന്നില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് അഖ്മി സ്വലാത്ത്, എഴുന്നേൽക്കൂ, നമുക്ക് വേഗം നമസ്കരിക്കാം. ഒരു പട്ടിണിയുടെ വിശപ്പിന്റെ തീവ്രതയാണ് ഒരു ജുമയുടെ ലഘുവായ രൂപത്തിൽ ഈ ലോകത്തേക്ക് അദ്ദേഹം പ്രചരിപ്പിച്ചത്. ഇത്തരം അവസ്ഥ മുസ്ലിം സമൂഹത്തിലും ലോകത്തും നേരിട്ടുകൊണ്ടിരിക്കുമ്പോ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കണ്ണു തുറപ്പിക്കേണ്ട ഒരു പരീക്ഷണമാണ് ഈ പട്ടിണി, വിശപ്പ്. കാരണം വിശപ്പിന്റെ വേദനയും ഭക്ഷണത്തിന്റെ സന്തോഷവും ഈ ലോകത്ത് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ അറിയണം. പരീക്ഷണമാണ് എന്ന് നമ്മൾ അറിയണം. രണ്ടും റബ്ബിന്റെ പരീക്ഷണമാ. ഭക്ഷണം കിട്ടാതിരിക്കലും ഭക്ഷണം കൂടുതൽ കിട്ടലും രണ്ടും റബ്ബിന്റെ പരീക്ഷണത്തിൽപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതും ഭക്ഷണം നിങ്ങൾക്ക് തടയപ്പെടുന്നത് റബ്ബിന്റെ ഒരു പരീക്ഷണമാ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. എന്തുകൊണ്ടൊക്കെ പരീക്ഷിക്കും? ഭയം കൊണ്ട് നിങ്ങളെ റബ്ബ് പരീക്ഷിക്കും. വൽ ജൂഇ, ഭക്ഷണമില്ലായ്മ കൊണ്ട്, വിശപ്പ് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വിശപ്പിന്റെ വേദന അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെയും ലോകത്തിന്റെയും നാനാഭാഗത്ത് വിശപ്പിന്റെ ശക്തി കൊണ്ട് പട്ടിണി കിടന്ന് മരിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാ. ഒരു മിനിറ്റിൽ 3 പേര് പട്ടിണി കൊണ്ട് മരിക്കുന്നു എന്ന് UN രേഖപ്പെടുത്തി. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പട്ടിണിയെ പറ്റി? ഗസ എന്ന നാട്ടിൽ മക്കൾക്ക് എന്തു കൊടുക്കുമെന്ന് ആലോചിച്ച് കണ്ണുനീര് പോലും ഇല്ലാതെ കരയുന്ന ഉമ്മമാരുണ്ട്. പട്ടിണിയുടെ സങ്കടം കൊണ്ട് ഒട്ടകങ്ങൾ തിന്നുന്ന ഇലക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഗസയിലെ മക്കളുണ്ട്. എന്തിനേറെ സൊമാലിയയിൽ നിന്നും ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഗ്രാൻഡ് മുഫ്തിയോട് ചോദിച്ചൊരു ചോദ്യവും നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയോട് അന്ന് സൊമാലിയയിലെ ഒരു പറ്റം മുസ്ലിം യുവാക്കൾ ചോദിച്ച ചോദ്യം: അല്ലയോ മുഫ്തി, പച്ചവെള്ളം മാത്രം കുടിച്ചു നോമ്പ് നോൽക്കാൻ പറ്റുമോ? പച്ചവെള്ളം മാത്രം കുടിച്ചു നോമ്പ് തുറക്കാൻ പറ്റുമോ? അങ്ങനെ നോറ്റാലും തുറന്നാലും അതിലെന്തെങ്കിലും നോമ്പിന്റെ കൂലിയെ ബാധിക്കുമോ? ആ ചോദ്യത്തിന്റെ മുൻപിൽ അന്ന് ആയിരക്കണക്കിന് ആളുകൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും സോമാലിയയിൽ കാത്തിരിക്കുന്ന വിസർജ്യത്തിന് വേണ്ടി, ഒട്ടകത്തിന്റെ ചാണകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന 10,000-ങ്ങളുണ്ട്. അതിനേക്കാളേറെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ഇപ്പോഴും നടുക്കടലില. ഉപരോധിക്കപ്പെട്ട നടുക്കടലിൽ ഉപ്പുവെള്ളം കുടിച്ച് ആയിരങ്ങൾ അവിടെ മരിച്ചു വീഴുന്നു. പച്ചമീനിനെ എങ്ങനെയൊക്കെയോ ഊറ്റിപ്പിടിച്ച് ആ പച്ചമീന് ഉപ്പുവെള്ളം കൂട്ടിയിട്ട് അവർ കഴിക്കുന്നു. ഇതൊക്കെ ഇന്ന് ഈ ലോകത്തിന്റെ പല ഭാഗത്തും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനേറെ ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന 5 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സന്ദർശനത്തിന് വന്നപ്പോ
ബോംബെയിലെ ഒരു തെരുവിലെ പട്ടിണിക്കാരെ മറച്ചു പിടിക്കാൻ വേണ്ടി അന്ന് ഇന്ത്യൻ ഭരണാധികാരി മതില് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മതില് കെട്ടലിനും പട്ടിണിയെ നീക്കാൻ സാധിക്കില്ല എന്ന് വീണ്ടും നമ്മളെ നാടും നഗരങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിശപ്പ് ഒരു ജൈവിക വികാരമാണ്. വിശപ്പ് പടച്ചോൻ തരുന്നൊരു വികാരമാണ്. ആ വിശപ്പുള്ളത് കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത്. അവന് ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങളിലും ജീവിതത്തിനും ക്രമങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നേരം വെളുത്തിട്ട് പുറത്തിറങ്ങുന്നത്? വിശപ്പാണ് മുഖ്യം. 4 ദിവസം പട്ടിണി കിടന്നാൽ തീരും എല്ലാ അഹങ്കാരവും, എല്ലാ പവറും. അതുകൊണ്ട് തന്നെ അധ്വാനിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതും ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതും വിശപ്പാണെങ്കിൽ ആ വിശപ്പ് പരീക്ഷണമായി പടച്ചോൻ തരുന്ന ഒരവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. കഴിക്കാൻ ഭക്ഷണമില്ലാത്തൊരു നാട്, കഴിക്കാൻ കുടിക്കാൻ വെള്ളമില്ലാത്തൊരു നാട്, 4 ഭാഗങ്ങളാലും ഉപരോധിക്കപ്പെട്ട് എന്ത് കഴിക്കണമെന്ന ബേജാറിൽ പുറത്തേക്ക് പോലും ഇറങ്ങാനാവാതെ സ്വന്തം വിരിപ്പിൽ കടന്ന് മരിക്കുന്ന 10,000-ങ്ങൾ, ഇപ്പോഴും ശാരീരിക അവശത കൊണ്ട് ഒന്നെഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു നാട്. പലപ്പോഴും സിനിമകളിലൊക്കെ പട്ടിണിക്കാരന്റെ എല്ലും തോലുമായ ശരീരം കണ്ട് നിർത്താതെ വാവിട്ട് കരഞ്ഞ നമ്മൾക്കറിയില്ല പട്ടിണിയുടെ വില. വലലുബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, അല്ലാഹ് പരീക്ഷിക്കും. ആ പരീക്ഷണം അല്ലാഹ് പല രാജ്യങ്ങളിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിരവധി രാജ്യങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ റബ്ബിന്റെ പരീക്ഷണം ഭക്ഷണത്തിന്റെ ധാരാളിത്തവും പരീക്ഷണമാണ്. ആ ധാരാളിത്തത്തിലാണ് നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗസ എന്ന നാടും സുഡാനും സൊമാലിയയും മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളും ഇന്ത്യയിലെ പല തെരുവിലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു ജനത നിസ്സംശയം പറയാം നമ്മളാ. ഇന്ന് കേരളീയരെന്ന് അഭിമാനിക്കുന്ന പൂർണ്ണ സാക്ഷരതയിലെത്തിയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നമ്മളിൽ പലരും. കാരണം വിശാലമായൊരു ഭക്ഷണത്തിന്റെ ലോകമാ അള്ളാഹു നമുക്ക് മുൻപിൽ തുറന്നു തന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് റബ്ബിന്റെ പരീക്ഷണമാ. അത്രയേറെ വിഭവങ്ങൾ നമുക്ക് നാട്ടിലേത് മതിയാകാതെ വന്നു. ചൈനീസ് വന്നു, തുർക്കിഷ് വന്നു. വ്യത്യസ്തമായ രാജ്യങ്ങളിലെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് നമ്മളും നമ്മളെ നാടും മാറാൻ തുടങ്ങി. പലപ്പോഴും മുൻഗാമികൾക്ക് കിട്ടാത്ത പലതും അള്ളാഹു നമ്മൾക്ക് തന്നു. മുൻഗാമികൾക്ക് പടച്ചോൻ കൊടുക്കാതെ പലതും അള്ളാഹു നമ്മൾക്ക് തന്നു. എത്രത്തോളം നമ്മൾ ഭക്ഷണപ്രിയരാണ് എന്നുള്ളതിന്റെ തെളിവാണ് പണ്ട് കാലത്തൊട്ട് ഹോട്ടലുകൾ തുറന്നിരുന്നത്. നേരം വെളുത്ത് വൈകുന്നേരം വരെ അധ്വാനിക്കുകയും യാത്ര ചെയ്യുന്നവനും എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം എന്ന ഉദ്ദേശത്തിലായിരുന്നെങ്കിൽ ഇന്ന് ഹോട്ടൽ തുറക്കുന്നത് വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 4 മണി വരെയാണെങ്കിൽ അതും പിടിച്ചു നിൽക്കാനും മറ്റുള്ളവനെ ബോധ്യപ്പെടുത്താനും എന്തൊക്കെ വെറൈറ്റികൾ അവനവന് തോന്നുന്ന രൂപത്തിലാണോ അത് ചാളക്കറി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയുമിട്ട് വെച്ചാലും അതൊരു സ്റ്റാറ്റസ് ആക്കാമെന്ന് ബ്ലോഗർമാർക്ക് വേണ്ടി വരെ ഭക്ഷണം ഉണ്ടാക്കുന്ന ധൂർത്തന്മാരുടെ ഒരു ലോകമായി നമ്മളെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ പണം, അത്രയേറെ സമ്പത്തുകൾ മനുഷ്യന്റെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആലോചിച്ചു നോക്കൂ. മുൻകാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ, ജീവിതത്തിൽ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ട സഹാബ പെൺമക്കൾ ചോദിച്ചു, ഉമ്മ നിങ്ങൾ എന്തിനാ കരയുന്നത്? അന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പറഞ്ഞ മറുപടി, ഇന്ന് എനിക്ക് കഴിക്കാൻ 1-ലധികം കാരക്ക കിട്ടുന്നുണ്ട്. ഒരു കാരക്ക പോലും തികച്ചു കിട്ടാത്ത റസൂലിനെ ഓർക്കുമ്പോ, വയറു നിറച്ചൊരു റൊട്ടി കൊടുക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത എന്നെപ്പറ്റി ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സഹാബത്തെ. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ നമസ്കാര ശേഷം ബോധം കെട്ടു വീണത് കണ്ടപ്പോ അള്ളാന്റെ ഹബീബ് അല്പം വെള്ളമെടുത്ത് തെളിച്ചു. ബോധം തെളിഞ്ഞ അബൂ ഹുറൈറാന്റെ മുഖമാകെ കണ്ണീര് വന്ന് മൂടുമ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തേ അബൂ ഹുറൈറ? അള്ളാന്റെ നബിയെ, 4 ദിവസമായിട്ട് പട്ടിണിയാ, പച്ചവെള്ളമല്ലാതൊന്നും കിട്ടിയിട്ടില്ല. പുറത്തേക്കിറങ്ങുന്ന അള്ളാന്റെ ഹബീബ് പലരോടും അത് വാങ്ങി കിട്ടാവുന്നത് എന്തൊക്കെയോ കയ്യിൽ കരുതി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ കൊണ്ടുവച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാതെ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ അബൂ ഹുറൈറ? അബൂ ഹുറൈറാന്റെ മറുപടി, നബിയെ, ഈ 4 ദിവസം അങ്ങയും പട്ടിണിയാണെന്ന് എനിക്കറിയാം.
മുൻഗാമികൾക്ക് പടച്ചോൻ കൊടുത്തിട്ടില്ല പലതും. അല്ലാഹു തആല നമുക്ക് തന്ന പല നിഅമത്തുകളും ആ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയിട്ടില്ല. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അബൂ ത്വാലിബിന്റെ താഴ്വരയിൽ 3 കൊല്ലം അള്ളാന്റെ ഹബീബിനെ അവർ പട്ടിണിക്കിട്ടു. അന്ന് സഹാബാക്കളുടെ പട്ടിണി കണ്ട് ഈത്തപ്പന ഓല കടിച്ചു തിന്നുന്ന സഹാബത്തിനെ തടയാനാവാതെ റസൂലുള്ള കരഞ്ഞിട്ടുണ്ട്. ഉണങ്ങിയ ഈത്തപ്പന തടിയെടുത്ത് കടിച്ചു തിന്നുന്ന സഹാബത്തിനെ നോക്കി പടച്ചോന്റെ നേരെ റസൂലുള്ള കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മണല് വാരി കയ്യിലെടുക്കുന്ന സഹാബത്തിന്റെ കൈ പിടിച്ച് അത് കഴിക്കല്ലേ സഹാബത്തെ എന്ന് അള്ളാന്റെ ഹബീബ് കൽപ്പന കൊടുത്ത ചരിത്രം ഇസ്ലാമിക ലോകത്തുണ്ട്. അതിനേക്കാളേറെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ലെന്ന് അള്ളാന്റെ തിരുദൂതനെ കൊണ്ട് പറയിപ്പിച്ചത് പട്ടിണിയുടെ വിലയും ഭക്ഷണത്തിന്റെ മഹത്വവും റസൂലുള്ളാഹിക്ക് അറിവുള്ളത് കൊണ്ടായിരുന്നു, അള്ളാന്റെ ഹബീബ് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു. ഏതോ ദേശത്തു നിന്നും വളറി വെളുത്ത ശരീരവും പാറിപ്പറന്ന മുടിയുമായി മദീനയിലെത്തിയ ഒരു സംഘത്തെ കണ്ട് സഹാബാക്കൾ അമ്പരന്നു നിൽക്കുമ്പോ ആദ്യം റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, കയ്യിലുള്ളതെല്ലാം എടുക്കണം, എന്നിട്ട് നമ്മളെക്കാൾ മുൻപ് ഈ പട്ടിണിക്കാരുടെ വിശപ്പകറ്റണം എന്ന് പറയുമ്പോ അതിനുവേണ്ടി മത്സരിച്ചോടി വീട്ടിന്റെ അകത്തുള്ള ചട്ടിയുടെ അടിയിൽ പറ്റിക്കിടക്കുന്ന ഗോതമ്പ് മണികൾ തോണ്ടിയെടുത്ത് 5ഉം 8ഉം ഗോതമ്പുമായി റസൂലുള്ളാന്റെ സദസ്സിൽ വന്ന് അത് കൊടുക്കുന്ന സഹാബത്തിനെ കണ്ട് അള്ളാന്റെ ഹബീബും കരഞ്ഞു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. കാരണം അവർക്കൊക്കെ വിശപ്പിന്റെ വിലയറിഞ്ഞിരുന്നു. അവരൊക്കെ ഭക്ഷണത്തെ പറ്റി അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇസ്ലാമിൽ മറ്റേത് കർമ്മങ്ങളെപ്പോലെയും ഭക്ഷണം ഒരു ഇബാദത്ത് എന്ന മനസ്സോടുകൂടി കഴിക്കുകയും ഒരുക്കുകയും ചെയ്യേണ്ടതാ. അല്ലാതെ എന്റെ പണം, എന്റെ സൗകര്യം, എന്റെ സ്റ്റാറ്റസ് എന്ന് മാത്രം ചിന്തിച്ചാൽ നമസ്കരിക്കുന്നവന് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവന്റെ ഇബാദത്തുകൾ പോലും അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആഡംബര കല്യാണങ്ങൾ ഒരു ഭാഗത്ത്, വീട്ടിലുള്ള ഭക്ഷണത്തിന് രുചി തോന്നാത്ത മറ്റൊരു ലോകം, എന്തിനും ഏതിനും പുറത്തുനിന്ന് ഭക്ഷണം, ഔട്ടിംഗ് നടത്തണം. ഇതൊന്നും വേണ്ട എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. ഹോട്ടലിലേ പോകരുത്, ആരും അങ്ങനത്തെ കഴിക്കരുത് എന്നല്ല എന്റെ വാക്കിന്റെ അർത്ഥം. എന്തിനാ ആളുകൾ സമ്മേളിക്കുന്നത്? ഫുഡ് ഉണ്ടാക്കാൻ, ഫുഡ് കഴിക്കാൻ. എന്തിനാ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്? ഫുഡ് കഴിക്കാൻ. ആഴ്ചയിൽ ഒരിക്കൽ പോലും പള്ളിയിൽ ഒരു ജുമാഅക്ക് വരാത്ത പെണ്ണും പിയാപ്പന്റെ കൂടെ രാത്രികാല ഭക്ഷണത്തിന് പോകുന്നുണ്ടെങ്കിൽ അതാണ് ഉമ്മത്തെ നമ്മളെ മനസ്സ് ദുനിയാവിൽ പടരുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണം. അവിടെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണം നമ്മൾ ദൂർത്താക്കി കളയുന്നത്, സ്റ്റാറ്റസിന് വേണ്ടി കളയുന്നത്. ആളുകൾക്ക് അതാണ് മുഖ്യം. സ്റ്റാറ്റസ് ഇടണം, ആളുകളെ അറിയിക്കണം. അതേത് കോലത്തിൽ ഉണ്ടാക്കിയാലും ശരി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. 1ഓ 2ഓ ഭക്ഷണം മാത്രമേ ഉള്ളൂ എങ്കിൽ തിരിച്ചു വരുന്ന കല്യാണക്കാരന് പറയാനുള്ളത് തന്നാൻ തരുന്നത് കുറഞ്ഞു പോയതിന്റെ കണക്കാണെങ്കിൽ, നിരത്തി വെച്ചിരിക്കുന്നത് ഒരു യൂട്യൂബറെ വിളിച്ച് സോഷ്യൽ മീഡിയയിലിട്ട് കല്യാണത്തിന്റെ പവറും പത്രാസും കാണിച്ച് സ്റ്റാറ്റസ് വെച്ചാലേ അതൊന്ന് കെങ്കേമമാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു അഹങ്കാര ചിന്തയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബഫ രംഗത്ത് പോലും ഭക്ഷണങ്ങൾ അമിതമായി കളയുന്നൊരവസ്ഥയിലേക്ക് എത്തി. പലരും സൗകര്യത്തിന് വേണ്ടി കണ്ടെത്തിയിരുന്ന ബുഫേ സമ്പ്രദായം ആയിക്കോട്ടെ, സൗകര്യക്കുറവുണ്ട്, കഴിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. പ്ലേറ്റ് വെച്ച് അതല്ലെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, ആളുകൾക്ക് നിന്ന് കഴിക്കണം, അല്ലെങ്കിൽ വാരിയിട്ട് കളയണം. പലപ്പോഴും ആളുകളെ നമ്മൾ കാണുന്നതും അങ്ങനെയാ. നിക്കാഹ് അവസാനിക്കുന്നതോടുകൂടി ഒരു പട ആർത്തലച്ചു വരുന്നു. പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കുന്നവന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേയുള്ളൂ, മാക്സിമം കണ്ട ഭംഗിക്കനുസരിച്ച് കോരിയിടണം. എന്തേ കാരണം? ഇനി വേണമെന്ന് തോന്നിയാൽ ക്യൂന്റെ പിന്നാലെ പോണം. ഇടക്ക് വന്നു നിന്നാൽ ഇടക്ക് നോക്കുന്നവന്റെ മുഖത്തെ കറുത്ത ഭാവം കാണണം. അങ്ങനെ കോരിയിട്ടതിൽ പലതും എനിക്ക് വേണ്ടാത്തതായിരുന്നു എന്ന് ചിന്തിച്ച് കൊണ്ടുപോയി തള്ളുമ്പോ തള്ളിയവൻ മാത്രമല്ല, ക്ഷണിച്ചിട്ടിരുത്തി മര്യാദക്ക് ഭക്ഷണം കൊടുക്കാത്ത കൊടുത്തവരും അള്ളാന്റെ അടുത്ത് കുറ്റക്കാരാണെന്ന് ഹബീബായ നബി തങ്ങളിൽ നിന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തെറ്റ്, ബഫേ തെറ്റ് എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കരുത്. കൊടുക്കുമ്പോ അതാളുകൾക്ക് സൗകര്യപ്പെട്ട രീതിയിൽ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എന്ന നിലക്ക് നമ്മൾ അതിനെ കാണണം. അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം. പണ്ടുകാലത്തൊക്കെ കുടുംബത്തില് ഓരോ കുടുംബക്കാരനും കല്യാണം തീരുമാനിച്ച എല്ലാവരും സഹകരിക്കാറുണ്ടായിരുന്നു.
ഭക്ഷണം കൊടുക്കാൻ, ആളെ ഒരുക്കാൻ, അവർക്ക് സൗകര്യം ചെയ്യാൻ. ഇപ്പോ ഭക്ഷണം കഴിക്കാൻ നേരത്ത് മാത്രം വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു കുടുസായ കുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറിയത് കൊണ്ട് ഭക്ഷണം പോലും ആളുകൾ മനസ്സ് വെറുത്ത് ക്യൂ നിന്ന് തിന്ന് മനസ്സിൽ പ്രാഗിപ്പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയതെങ്കിൽ ഭക്ഷണം അള്ളാഹു തടയുന്ന അന്നേ നമ്മൾ അറിയൂ ഒരു പിടി വറ്റ് എത്രമാത്രം നമുക്ക് സമാധാനമായിരുന്നു എന്ന്. അതാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, പള്ളിയിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങൾ ഏറ്റവും നല്ല ഭംഗിയോടെ വരണം. വകുലു, നിങ്ങൾ കഴിച്ചോ, വശ്റബു, നിങ്ങൾ കുടിച്ചോളൂ, വലാ തുസ്രിഫു, നിങ്ങൾ ദൂർത്ത് കാണിക്കല്ലേ, അമിതവയം കാണിക്കല്ലേ, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദൂർത്ത് കാണിക്കുന്ന ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഓരോരുത്തരും ഭക്ഷണം എടുക്കുമ്പോ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? കളയുന്ന ഭക്ഷണം, ആ ഭക്ഷണമാണ് ഗസയിലെ പട്ടിണിക്കാരുടെ ഭക്ഷണം, ആ ഭക്ഷണമാണ് സൊമാലിയയിലെ സാധുക്കളുടെ ഭക്ഷണം, ആ ഭക്ഷണമാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ ഭക്ഷണം. നമ്മൾ കളയുന്ന ഓരോ പിടിയും പടച്ചോൻ നിശ്ചയിച്ചത് മറ്റു പലർക്കുമായിരുന്നെങ്കിൽ അവർക്ക് കിട്ടേണ്ടതിന് പകരം അള്ള നമുക്ക് തന്നപ്പോ ധൂർത്തും ആഡംബരത്തിലും നമ്മളത് വാരിക്കളയുന്നുണ്ടെങ്കിൽ, ഇന്ന് ഗസയാണെങ്കിൽ നാളെ നമ്മൾ മാറാൻ അധിക കാലതാമസം വേണ്ടിവരില്ല. ആ അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ, വാരി വലിച്ചു തിന്നവർക്ക് അവസാനം ഗ്ലൂക്കോസ് മാത്രം കുടിക്കേണ്ട അവസ്ഥയും വരുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കണം. ഭക്ഷണം കഴിക്കുന്നിടത്തും അത് കൊടുക്കുന്നിടത്തും ആ ഭക്ഷണത്തിൽ പത്രാസ് കാണിക്കുന്നിടത്തും ഒന്നാലോചിക്കണമെന്ന് ആ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. പട്ടിണി കടന്ന് മരിക്കുന്നവർ ഒരു ഭാഗത്ത് സ്വർഗം വാങ്ങുമ്പോ വയറു നീർത്ത് കഴിച്ചതിന്റെ പേരിൽ മരണം എരന്നു വാങ്ങുന്ന നമ്മളും ഒരേ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാകരുത്. മുസ്ലിം സമൂഹം, മനുഷ്യരോരോരുത്തരും കഴിക്കാതെ പട്ടിണി കടന്ന് മരിച്ചവൻ സ്വർഗത്തിലും, കഴിച്ചതിന്റെ പേരിൽ ആമാശയം നശിച്ച് അള്ളാന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ആലോചിക്കുമ്പോഴേ ഭക്ഷണം അതൊരു മരുന്ന് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. ആ ചിന്തയോടുകൂടി ഭക്ഷണത്തെ സമീപിക്കാനും, പട്ടിണി കിടക്കുന്നവരാരായാലും അവർക്ക് അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടാനും പ്രാർത്ഥനയിൽ സമയവും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രാർത്ഥനയും നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ഗസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ഏതോ രാജ്യത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു, അതിൽ ചിലതൊക്കെ മുസ്ലിമീങ്ങൾക്ക് നേരെയാണ് എന്ന അറിവല്ലാതെ ഫലസ്തീനിലെ ഗസ എന്ന പ്രദേശത്തുള്ള സംഭവങ്ങളെ പറ്റി ഇന്നുവരെ നമ്മളിൽ പല ആളുകൾക്കും വ്യക്തമായ ധാരണയില്ല. ഗസ എന്ന പ്രദേശത്ത് അവർക്കായിട്ടൊരു എയർപോർട്ടോ സീപോർട്ടോ ഇല്ല. കാരണം എയർപോർട്ടുകളും സീപോർട്ടുകളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റൊരാളുടെ സഹായമില്ലാതെ ഭക്ഷണം കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും ഒരു നാടിന് സാധിക്കുക. അതല്ലെങ്കിൽ അവിടെ കടൽ വെള്ളം, മെഡിറ്ററേനിയൻ കടലിനാൽ ചുറ്റപ്പെടുന്ന ആ നാട്ടിന് കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതും ഗസക്കില്ല. പിന്നീടുള്ളത് ചെറിയ ചെറിയ കുളങ്ങളും കിണറുകളും ചെറിയ അരുവികളുമാണെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ യുദ്ധാനന്തരത്തിന്റെ ഫലമായി അമ്ലങ്ങൾ നിറയുകയും കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കും ആ ഗസ എന്ന പട്ടണം, ആ നാടെത്തി. കൃഷി ചെയ്തിരുന്ന പല ഭാഗങ്ങളും ഇസ്രായേൽ തകർത്തു. 80% കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഗസയിൽ 1% പോലും കൃഷി ഇല്ലാതാക്കാൻ ഇസ്രായേൽ കിരാത ഭരണകൂടത്തിന് സാധിച്ചു. അങ്ങനെ 4 ഭാഗങ്ങളാലും
ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗസ. ആ ഗസയുടെ 4 ഭാഗങ്ങളിൽ 4 ഭാഗങ്ങളും ഏകദേശം ഇസ്രായേലിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിർത്തികളാണ്. 3 പൂർണ്ണമായും ഇസ്രായേലിന് കീഴ്പ്പെട്ടു. കാരണം ഒന്ന്, ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മെറിറ്റൈൻ കടൽ, ആ കടൽ പൂർണ്ണമായും ഇസ്രായേലിന് കീഴ്പ്പെട്ടു. മറ്റൊരു അതിർത്തി ബൈത്തു ഹാനൂത്ത് എന്ന പ്രദേശം, അതും പൂർണ്ണമായി ഇസ്രായേൽ കീഴടക്കി. ഉദ്ദേശവും ലക്ഷ്യവും ഒന്നു മാത്രം, വരിഞ്ഞു മുറുക്കി മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രം. മൂന്നാമത്തെ മറ്റൊരു അതിർത്തി കരീം അബു സലീം എന്ന് പേര് വിളിക്കുന്ന മറ്റൊരു അതിർത്തി, അതും ഇസ്രായേലിന്റെ പൂർണ്ണമായ കീഴിലായി കഴിഞ്ഞു. 4ാമത്തെ ഒരു ഭാഗമാണ് റഫ എന്ന ഭാഗം. ആ റഫ എന്ന ഭാഗത്തിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതാർക്ക് കീഴിലെന്ന് ചോദിക്കുമ്പോൾ അത് ഈജിപ്ഷ്യൻ ഭാഗങ്ങളിലാണ്. ഈജിപ്റ്റും അതോടൊപ്പം ഫലസ്തീനിലെ ഗസയുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു പാതയായതുകൊണ്ട് ഒരു പരിധിവരെ ആ റഫയിലൂടെയായിരുന്നു ഫലസ്തീനികൾക്കുള്ള, അതല്ലെങ്കിൽ ഗസയിലുള്ള മുസ്ലിം സമൂഹങ്ങൾക്ക് ഭക്ഷണം എത്താറുള്ളത്. ആ റഫ തുറന്ന സമയത്തായിരുന്നു ഇക്കഴിഞ്ഞ യുദ്ധം ആദ്യമായി റഫക്ക് നേരെ ഇസ്രായേൽ നടത്തിയത്. ആ ഭാഗം കൂടി അടിച്ച്, ആ ഭാഗം കൂടി അധീനതയിലാക്കി വരിഞ്ഞു മുറുക്കി പട്ടിണിക്കിട്ടാവും സമൂഹത്തെ കൊല്ലാൻ വേണ്ടി. എന്നാൽ ഈജിപ്ഷ്യൻ ഭരണകൂടം അത് തുറന്നിട്ടുണ്ടെങ്കിലും ശക്തമായ പരിശോധനയിലൂടെയല്ലാതെ ഒരു മണി വറ്റുപോലും അവര് ഗസയിലേക്ക് എത്തിക്കുന്നില്ല. അതിന് കാരണം ഗസയിൽ നേതൃത്വം കൊടുക്കുന്ന ഹമാസിനെ ഈജിപ്റ്റ് ഭരണകൂടം ഭയപ്പെടുന്നുണ്ട്. ഗസക്ക് സഹായം എത്തുന്നത് റഫ അതിർത്തിയിലൂടെയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഈജിപ്തിനെതിരാകും. അമേരിക്കയെയും ഇസ്രായേലിനെയും പിണക്കാതിരിക്കാൻ വേണ്ടി ഹമാസിന് ആയുധമെത്തുമോ എന്ന ഭയപ്പാടുള്ളത് കൊണ്ട് വളരെ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമാണ് റഫ എന്ന അതിർത്തി, ഭാഗികമായി തുറന്ന റഫ എന്ന അതിർത്തിയിലൂടെ ഭക്ഷണം, അവരുടെ ആവശ്യങ്ങൾ ഗസയിലേക്ക് എത്തുന്നത്. UN-ന്റെയും യുനിസെഫിന്റെയും നിരവധി ട്രക്കുകൾ, ഭക്ഷണ സാധനങ്ങളുടെ ട്രക്കുകൾ ഇപ്പോഴും റഫ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയാ ആ ഒരു കാരണത്തിന്റെ പേരിൽ. ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുന്ന, പിണക്കാൻ ആഗ്രഹിക്കാത്ത ഈജിപ്ത് ആ പാത പിന്തുടരുകയാണെങ്കിൽ ഇനിയും മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനിയും മരണങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കും. ഇതിനെന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് അമേരിക്കയെയും ഇസ്രായേലിനെയും അവർക്കുമേൽ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം വരണം. ഇത് അനീതിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സമ്മർദ്ദം വരണമെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളും അതിന് മുന്നിട്ടിറങ്ങണം. ഏതായി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ? ഭൂരിപക്ഷവും ഇസ്ലാമിക രാജ്യങ്ങൾ. ആർക്കോശാന പാടുന്നവർ? അമേരിക്കക്കോശാന പാടുന്നവർ. അതിൽ മുസ്ലിം രാജ്യങ്ങളിൽ പലതും പെടും. ചേർന്ന് നിൽക്കാൻ മുസ്ലിം രാജ്യങ്ങൾക്ക് പറ്റാതാവുകയും പിന്നീട് പ്രമേയം കൊണ്ടുവരുന്ന UN പ്രമേയങ്ങളെ ഭൂരിപക്ഷത്തിന്റെ ആനുകൂല്യത്തോടുകൂടി അമേരിക്കയും ഇസ്രായേലും അടക്കം വീറ്റോ ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നീട് യാതൊരു പരിഹാരവും ആ വിഷയത്തിൽ ഇല്ല. ഇതിനർത്ഥം ഈജിപ്ഷ്യന്മാർ കുറ്റവാളികൾ എന്നല്ല. സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കുപ്പികളിൽ പാലുകളും ധാന്യങ്ങളും നിറച്ച് അവർ കടലിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. അത് തിരമാലകൾ കണക്കെ എങ്ങനെയെങ്കിലും അത് ഫലസ്തീനിലെ ഗസയിലെ തീരങ്ങളിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ ആക്രമണം ഭയന്നിട്ടാണോ, ഇനി അതല്ലെങ്കിൽ പിണക്കാതിരിക്കാനാണോ പൂർണ്ണമായും തുറന്നു വെക്കുന്നൊരു അതിർത്തിയായി റഫയെ മാറ്റാനും അവർക്ക് സാധിച്ചിട്ടില്ല. ഇനി ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ, ഉദ്ഉ ഇലല്ലാഹ്. ഏത് തന്ത്രശാലിയുടെയും തന്ത്രം തിരുത്തുന്ന റബ്ബിനോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടൊപ്പം ആ ജനത അനുഭവിക്കുന്ന നരകയാതനയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ. ഭക്ഷണത്തിന്റെ വില, കുടിവെള്ളത്തിന്റെ വില. ആ പ്രദേശം സന്ദർശിക്കാൻ അള്ളാഹുവിന്റെ വലിയൊരു നിയമത്ത് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റും. 500 കുപ്പി വെള്ളത്തിന് നാട്ടിലെ സ്വർണത്തിന്റെ വില കൊടുക്കേണ്ടി വന്ന ഒരു നാടായിരുന്നു അവിടെ. വെള്ളം മോഹിച്ചു കുടിക്കാൻ പോലും പറ്റാത്തൊരു നാട്. ആ നാട്ടിൽ ഇന്നും അവര് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ എല്ലാ സൗകര്യങ്ങളിലും എല്ലാ സന്തോഷത്തിലും സമ്പുഷ്ടതയിലും പടച്ചോൻ നമ്മളെങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോ ഇതെല്ലാം നശിക്കാൻ പടച്ച റബ്ബിന്റെ തീരുമാനത്തിന് സെക്കൻഡ് മതി എന്ന ചിന്തയോടുകൂടി റബ്ബ് തരുന്ന ഭക്ഷണം, റബ്ബ് തരുന്ന വെള്ളം, ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ കോർപ്പറേഷന്റെ പരിഷ്കാരം തുഗ്ലക്കായി പോയോ എന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിൽ 500 കുപ്പിയുടെ വെള്ളം മാത്രം, ഒരു 200 മില്ലി കുടിച്ച് ബാക്കി കളയേണ്ടി വരുന്ന പവിത്രമാക്കപ്പെട്ട വെള്ളം, പ്ലാസ്റ്റിക് കുറയാൻ വേണ്ടി അതിനേക്കാളും വലിയ വില കൂടിയ വെള്ളത്തെ നശിപ്പിക്കുന്ന ഒരു തീരുമാനമൊക്കെ പുനർചിന്തിപ്പിക്കപ്പെടേണ്ടതാണ്. സാധ്യമാക്കപ്പെടുന്നവരെ ഒരു ബോധ്യപ്പെടുത്തി കൊടുക്കണം
ഇനി നമുക്കത് പ്രതിരോധിക്കാൻ പറ്റുന്നത് എങ്ങനെയാന്ന് ചോദിച്ച, കല്യാണങ്ങൾ വ്യാപകമാകുമ്പോ ഒരു മേശയിലുള്ള 2 പേർ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുക, നമുക്കൊരുമിച്ച് കുടിക്കാം. അങ്ങനെയൊക്കെ എത്തുമ്പോഴേ നമ്മളും ആ ഭക്ഷണത്തോടും വെള്ളത്തോടൊക്കെ ഒരു മര്യാദ കാണിക്കുന്നവരാകൂ. ആ തിരിച്ചറിവോടുകൂടി എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളെ ആഹാരം രക്ഷപ്പെടുത്തുന്ന ഒരു നല്ല മുത്തക്കിയും മുഅ്മിനുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നുണ്ട് റബ്ബേ. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളിലുണ്ട് നാഥ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ നീ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر لغزة. റബ്ബേ, ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ. മരിച്ചുപോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, ബാധ്യതയിൽപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാഥ. കടബാധ്യതകൾ വീട്ടി ലോണ് പോലെയുള്ള ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ട് മാന്യമായ ഉപജീവനത്തോടുകൂടി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.